ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനേ വന്നിട്ടുള്ളത് നമ്മളെ വീട്ടിലുള്ള 2 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചട്നി എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറയാൻ വേണ്ടിയാണ്. വെറും ഒരു തക്കാളിയും ഒരു സവാളയും മതി. പിന്നെ നമ്മുടെ വീട്ടിൽ കൂടുതൽ ആൾക്കാരുണ്ട് എങ്കിൽ ഒരു 2-3 നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി. ഞാനിവിടെ തന്നെ കുട്ടികൾക്ക് ചട്നി വേണമെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഒരു തക്കാളിയും ഒരു സവാളയും എടുത്തിട്ടുള്ളൂ. പെട്ടെന്നൊരു 5 മിനിറ്റ് പോലും വേണ്ട. ആകെ എടുക്കുന്നതേ ഈ തക്കാളിയും സവാളയൊക്കെ ഒന്ന് അരിയാൻ എടുക്കുന്ന സമയം മാത്രമാണ്. ചെറുതായിട്ടൊന്ന് തക്കാളിയും സവാളയും അരിഞ്ഞു വെക്കണം. എന്ന് വെച്ചാൽ നമുക്ക് ഇത് എണ്ണയിലിട്ട് വഴറ്റേണ്ടതാണ്. അപ്പോൾ പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞു വെക്കുന്നത്. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ ഇച്ചിരി എണ്ണ വീഴ്ത്തി നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ആകെ സമയം പോകുന്നതേ ഈ തക്കാളിയും സവാളയും അരിയുന്ന സമയവും ഇച്ചിരി വഴറ്റിയെടുക്കുന്ന സമയം മാത്രം. അത് നല്ല തിന്നായിട്ടാണ് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ പെട്ടെന്ന് നമുക്ക് വഴറ്റിയെടുക്കാവുന്നതാണ്. ഏകദേശം എല്ലാം കൂടി നന്നായിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയിട്ട് നമുക്കിനി ഇതിലേക്കുണ്ടല്ലോ ആവശ്യത്തിന് ഇച്ചിരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ചെറിയ ഗ്രാമ്പു, പട്ട, പിന്നെ ഏലക്ക, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും കൂടെ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. അത് ആ പൊടികളുടെയൊക്കെ ഒരു പച്ച ചുവയുണ്ടല്ലോ അത് മാറാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് വഴറ്റുന്നതേ. പിന്നെ ഇതിലേ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ ഇടാം കേട്ടോ. അപ്പം നല്ലൊരു മണവും ടേസ്റ്റിനൊക്കെ നല്ല വ്യത്യാസവും വരും. പക്ഷേ ഇവിടെ കുട്ടികൾ പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് മല്ലിയില വീട്ടിലിരിപ്പില്ലായിരുന്നു. ആകെ ഒരു സവാളയും തക്കാളിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പെട്ടെന്ന് അത് വെച്ച് തന്നെ എങ്ങനെയായാലും തയ്യാറാക്കാമെന്ന് വിചാരിച്ചത്. നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ കുറച്ച് മല്ലിയിലയൊക്കെ കൂടെ ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇനി വലിയ പണിയൊന്നുമില്ല കേട്ടോ. ഏകദേശം എല്ലാം നന്നായിട്ട് തന്നെ വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതെല്ലാം കൂടെ എടുത്ത് നമുക്ക് ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അത്ര മാത്രമേ ഇനി നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പോഴേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലേ ഒന്ന് ലൈക്കും ഷെയറും ചെയ്തേക്കണേ. പിന്നെ ഈ ചട്നി എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റ് കൂടെ ചെയ്തേക്കണേ. പിന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം. ഓക്കെ, ശരി എന്നാൽ. അപ്പോൾ നമ്മുടെ ചട്നിയുടെ ഫൈനൽ ലുക്ക് ഇതാണ്. നിങ്ങളെല്ലാവരും വീട്ടിലിത് മസ്റ്റായിട്ടൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ചട്നിയാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് എരിവിച്ചിരി കുറച്ച് വെച്ചാൽ അത്രയും കുഞ്ഞുങ്ങൾ നന്നായിട്ട് കഴിച്ചോളും. അപ്പോൾ ശരി, പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റ.